ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം സർക്കാർ പ്രഖ്യാപിച്ചു. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത്. 2025 വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. ഒന്നല്ല 2 ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നത്. അതായത് 3200 രൂപയായിരിക്കും 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാൻ പോകുന്നത്. ഈ വെള്ളിയാഴ്ച അതായത് 24-ാം തീയതിയിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. 1600 കോടിയിലേറെ സർക്കാർ ഇതിനായി ചിലവിട്ടിട്ടുണ്ട്. പ്രതിമാസം 800 കോടി എന്ന നിരക്കിൽ ജനുവരി മാസത്തിലെ പെൻഷനും അതുപോലെ തന്നെ കുടിശ്ശിക പെൻഷനും ചേർത്ത് 3200 രൂപയാണ് വിതരണം ചെയ്യുക. ഒരു വീട്ടിൽ 2 ആൾക്കും പെൻഷൻ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ 6400 രൂപയോളം ഒരു വീട്ടിൽ തന്നെ എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ പെൻഷൻ തുക എത്തിച്ചേരും. അതുപോലെ തന്നെ പെൻഷൻ സ്വീകരിക്കുന്നവരിൽ 7 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം കൂടി ലഭിക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷനിൽ സർക്കാരിൻ്റെ വിഹിതവും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും വെവ്വേറെ ലഭിക്കുന്ന ആളുകളാണ് ഈ 7 ലക്ഷം പേര്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, അതുപോലെ തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ എന്നീ വിഭാഗം ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ തുക ലഭിക്കുന്നത്. അവർക്ക് 200, 300, 400, 500 രൂപ വരെ കേന്ദ്ര വിഹിതത്തിൻ്റെ കുറവുണ്ടാകും. അതാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുക. അത് നാളുകളായി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം നിങ്ങളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിൻ്റെ സീഡിങ്ങിൻ്റെ പിഴവായിരിക്കും. ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ തുക ലഭിക്കുകയുള്ളൂ. ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തുക. അതുകൊണ്ട് തുടർച്ചയായി നിങ്ങൾക്ക് തുക മുടങ്ങുന്നുണ്ടെങ്കിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് പരിശോധിക്കണം. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഇത് പരിശോധിക്കാൻ കഴിയും. നമ്മുടെ മൊബൈൽ ഫോണിൽ ക്രോമിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് എന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ ലിങ്ക് ലഭിക്കും. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആധാർ കാർഡ് നമ്പർ നൽകി നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും. ലിങ്ക് ചെയ്ത അക്കൗണ്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അതായിരിക്കും നിങ്ങളുടെ പെൻഷൻ മുടങ്ങാൻ കാരണം. ഇനി ആധാർ ലിങ്ക് ആയിട്ടുണ്ട് പക്ഷേ തുക ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അടുത്തുള്ള പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ഉദ്യോഗസ്ഥരെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ അതിനുള്ള പരിഹാരം അവർ കണ്ടെത്തി തരും. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നുണ്ടെങ്കിൽ, കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം മുടങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ 1600 രൂപയിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ 200, 300, 400 എന്നീ രീതിയിൽ തുക കുറവാണ് ലഭിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇക്കാര്യം പ്രധാനമായും ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.